എവുപ്രാസ്യമ വിശുദ്ധിയാക്കപ്പെട്ടതിന്റെ ആഹ്ലാദത്തിലാണ് ഒല്ലൂർ ദേശം. വത്തിക്കാനിൽ പ്രഖ്യാപന ചടങ്ങ് നടക്കുമ്പോൾ ഒല്ലൂർ പനംകുറ്റിച്ചിറ മഠത്തിലേക്ക് വിശ്വാസികളുടെ പ്രവാഹമായിരുന്നു. ജീവിതത്തിന്റെ സിംഹഭാഗവും എവുപ്രാസ്യമ ചെലവഴിച്ചത് ഈ മഠത്തിലായിരുന്നു. എവുപ്രാസ്യമയുടെ കബറടക്കം നടത്തിയിട്ടുള്ള സെന്റ് മേരീസ് മഠത്തോട് ചേർന്ന ചാപ്പലിൽ കാലത്തു തന്നെ തിരുകർമ്മങ്ങൾക്ക് തുടക്കമായി. 7 മണിയോടെയായിരുന്നു ആരാധന ആരംഭിച്ചത്. 11:30 തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ റാഫേൽ തട്ടിലിന്റെ കാർമ്മികത്വത്തിൽ ദിവ്യബലി നടന്നു. നിങ്ങളോടും നിങ്ങളുടെ നിയോഗങ്ങളോടും നിങ്ങളുടെ കുടുംബങ്ങളോടും ഈ നാടിനോടും ഉണ്ടാകുമാറാകട്ടെ. തുടർന്ന് ചാവറയച്ചന്റെയും എവുപ്രാസ്യമയുടെയും ശിരസിൽ കിരീടധാരണം. നൂറുകണക്കിന് വിശ്വാസികളാണ് മധ്യസ്ഥ പ്രാർത്ഥനകൾക്കും തിരുകർമ്മങ്ങളുടെ ഭാഗമാകാനും സെന്റ് മേരീസ് മഠത്തിലേക്ക് എത്തിയത്. എവുപ്രാസ്യമയുടെ സന്യാസ ജീവിതത്തിന്റെ ഏറിയ ഭാഗവും ഒല്ലൂർ മഠം കേന്ദ്രീകരിച്ചായിരുന്നു. ഇനി ഈ മഠം വിശുദ്ധ എവുപ്രാസ്യമയുടെ നാമധേയത്തിലാകും അറിയപ്പെടുക. ഭാരത ക്രൈസ്തവ സഭാ ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന പേരുകളായി ചാവറയച്ചനും എവുപ്രാസ്യമയും. എവുപ്രാസ്യമ വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ടതോടെ സെന്റ് മേരീസ് മഠം ആഗോള ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രങ്ങളുടെ പട്ടികയിലേക്ക് ഉയരും. ക്യാമറമാൻ ഷഹീർ ഗുരുവായൂരിനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ, തൃശൂർ.